the Lord, hallelujah. Praise the Lord, stotram, 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 hallelujah, 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 stotram, 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 hallelujah, 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 hallelujah. യേശുവേ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, hallelujah, സ്തോത്രം, സ്തോത്രം, praise the Lord, hallelujah. ആനന്ദമുള്ളവരായി സന്തോഷമുള്ളവരായി നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വിശുദ്ധ പകൽക്കാലം വിശുദ്ധ സഭായോഗത്തിനായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഹൃദയംഗമായ ദൈവത്തിന് നമുക്ക് സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുവാൻ നമ്മെ ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം. ഒരു വിശുദ്ധ സഭായോഗം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്നുവല്ലോ. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് കർത്താവിന് സ്തുതി പാടുവാൻ ദൈവം നമുക്ക് നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. ഇന്ന് പകൽക്കാലം സകലമാനവും സകല മഹത്വവും ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം നടക്കുന്ന ആത്മീക ശുശ്രൂഷകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ. പ്രാർത്ഥിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് നൽകി തരട്ടെ. ആമേൻ. നല്ല സങ്കീർത്തനങ്ങളെ ദൈവം നമുക്ക് നൽകി തരട്ടെ. നല്ല പ്രബോധന സ്വർഗീയ സന്ദേശങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. അതിന് പ്രബോധിപ്പിക്കുവാൻ ദൈവിക ആലോചനകൾ പറയുവാൻ അടിയനെ ദൈവം ബലപ്പെടുത്തേണ്ടതിനായി ആമേൻ. സ്തോത്ര. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറയുവാൻ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നത് നമുക്ക് ഒരു നഷ്ടവും വൃഥാവായി തീരുവാനിടയായി തീരരുത്. നമുക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ വലിയൊരു കൊള്ള കണ്ടുകെട്ടിയവരെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കേണ്ടതിനായി നാം എല്ലാവരും കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സ്തോത്രസ്തുതികളോടുകൂടി ആയിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് 2 പേർക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. അതിനുശേഷമായിട്ട് സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ഒരാൾക്കും ദൈവസന്നിധിയിൽ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്ന ദൈവമക്കൾക്ക് ശബ്ദമുയർത്തി ആമേ പ്രാർത്ഥനയിൽ ആമേ സഹകരിക്കാവുന്നതാണ്. സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. 1-ാം സങ്കീർത്തനവും 2-ാമത്തെ സങ്കീർത്തനവും വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നന്മയാൽ വായിക്കാവൻ തൃപ്തിയെത്താന്നു, നന്മയാൽ വായിക്കാവൻ തൃപ്തിയെത്താന്നു, നവ്യമാകുന്നു യൗവനമെന്നും, നവ്യമാകുന്നു യൗവനമെന്നും.
നിന്നുകൊണ്ട് ഒന്നാം സങ്കീർത്തനവും രണ്ടാം സങ്കീർത്തനവും വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. രണ്ടാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിച്ച് വാഴ്ത്തപ്പെട്ടവനാകുന്ന നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവവചന ഭാഗം എടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവനാചരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുകയില്ല. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായെന്ന് നിരൂപിക്കുന്നതും എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം. അന്നവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കൂ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി തിരുവെഴുത്തുകളെല്ലാം സ്വസ്ഥാനങ്ങളിൽ വെച്ച ദൈവമക്കളെല്ലാവരും പ്രായവ്യത്യാസമെന്നിയ നമ്മുടെ കുഞ്ഞു കുട്ടികളടക്കം, ആമേ, പ്രായാധിക്യത്തിലുള്ള ദൈവമക്കളടക്കം, ആമേ, ആ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്ന
ദൈവമക്കൾ ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആമേൻ നമ്മുടെ പുറമെയുള്ള കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചുകൊണ്ട് നമ്മുടെ നാവുകൾ ചലിപ്പിച്ചുകൊണ്ട് നമ്മുടെ വായുകൾ തുറന്നുകൊണ്ട് ആ വലിയവനാകുന്ന ദൈവത്തിന് നന്ദിയോടെ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമാണ്. ഈ സമയം ആരും അലസരായിട്ട് അലസത വിടുന്നുകൊണ്ട് ഹൃദയപരമാർത്ഥമായിട്ട് നിന്നെ വിടുവിച്ചൊരു ദൈവത്തിന്, നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ടെ. അവൻ ആരിലും ഉന്നതനാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വത നിവാസിയാണ്, നമ്മെ വിടുവിച്ചൊരു ദൈവം. ആമേ കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവനും ആമേ നാം ആയിരുന്ന ഇടങ്ങളിൽ നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സൂക്ഷിച്ചതോർത്ത് എത്രയോ പ്രിയപ്പെട്ടവർ, ആരോഗ്യമുള്ളവർ, പണമുള്ളവർ, കഴിവുള്ളവർ, മിടുക്കന്മാരായിരിക്കുന്നവർ എത്രയോ പേര് ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അനേക കുടുംബങ്ങൾ വിലാപത്തിന്റെ കുടുംബങ്ങളായി തീർന്നു. അനേക ഭവനങ്ങൾ തീരാ ദുഃഖ ഭവനങ്ങളായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് ഒരു പാട്ടുകൂടെ ചേർന്ന് പാടി, ചില വരികൾ മാത്രം പാടി നമ്മുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽപ്പിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ചില നിമിഷങ്ങളാണ്. ആകയാൽ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടുക എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പുലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പുലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ
ജനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം. കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം. കർത്താവേ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം കരയുന്ന ചെയ്യുക പരിശുദ്ധാത്മാവ് ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ. ശുദ്ധരായി തീരാൻ പരിശുദ്ധാത്മാവ് നിറയ്ക്കണേ നാഥ. ശുദ്ധരായി തീരാൻ ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക തിരുകൃപയുള്ളൂ ശരണമകന്റെ വൻകടങ്ങളകറ്റാൻ വഴിയുള്ള പരനെ. തിരുകൃപയുള്ളൂ ശരണമകന്റെ വൻകടങ്ങളകറ്റാൻ വഴിയുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ കരയില്ല ചെയ്യുക ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക. കുശവന്റെ കയ്യിൽ കളി കൊണ്ടുപോലെ പണിയുക പരനെ. ഇരുഹിതം പോലെ കുശവന്റെ കയ്യിൽ കളി കൊണ്ടുപോലെ പണിയുക പരനെ. ഇരുഹിതം പോലെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ. ആത്മചൈതന്യം എന്നിൽ
വായിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തെയും തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് പ്രിയ ജോമിഷ് ചുരുക്കമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവേ ജീവിത തലങ്ങളിൽ പ്രാവർത്തികമായി തീരുമാനമേ കർത്താവേ ഓരോ ഭജന കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് സംസാരിക്കുമാണ് കർത്താവേ ഏകാഗ്രത മനോഹര കർത്താവേ Praise the Lord. Hallelujah. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിലിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ